എല്ലാവർക്കും നമസ്കാരം. ശിവ ബ്ലെസ്സിങ് സ്റ്റാർട്ട് റീഡിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേരുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുന്നേ ഡിക്ലെമർ പറയുകയാണ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണുന്നോ അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് എടുക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിളാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഒത്തിരി പോസിറ്റീവ് കാർഡ്സ് വന്നിട്ടുണ്ടെന്നുള്ളത് ആദ്യം പറയട്ടെ. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ പറയുന്നത് എന്താണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗോളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളായിരിക്കും, അതൊക്കെ മെല്ലെ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ സാവധാനത്തിലാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ഇത്ര താമസം, അല്ലെങ്കിൽ എന്തിനാണ് ദൈവം എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അത് നടക്കും എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതിന് കുറച്ച് സമയം എടുത്താലും അത് കൃത്യമായിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ ഒരു ടൈമിങ്ങിൽ വന്ന് ചേരുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അതെന്തായാലും നടക്കും. പക്ഷേ നിങ്ങൾ ക്ഷമയോടുകൂടി നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. പിന്നെ നമുക്ക് ക്യൂൻ ഓഫ് വാർഡ്സ് വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ നല്ല ആത്മവിശ്വാസം, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതാണെങ്കിലും ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് നിങ്ങൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലൊരു മാറ്റവുമില്ല. നിങ്ങൾ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടായാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താണ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ലൊരു ദിവസമാണല്ലോ ഇന്ന് ശിവരാത്രി. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കും എന്നുള്ള കാര്യം ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാനിഫെസ്റ്റേഷൻസിലോ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഭാവിയിലേക്ക് എന്തായാലും നടക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾ സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നിങ്ങളുടെ ശുഭപ്രതീക്ഷകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, എന്തായാലും നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ദെൻ നമുക്ക് രണ്ട് കാർഡുകൾ വേറെ വന്നിട്ടുള്ളത് 7 ഓഫ് സോർഡ്സും 5 ഓഫ് വാണ്ട്സുമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾ ബിസിനസ്സിലാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും വാഗ്വാദങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പം അത് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്ത് നിർത്തുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക. നിങ്ങളൊരു ക്യൂൻ ഓഫ് വാണ്ട്സിൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ ക്യൂനിനെ പോലെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചിന്തിക്കുക എന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു കർക്കശമായ രീതിയിലുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൂടെയുള്ളവർ നിങ്ങളോട് മോശമായി പെരുമാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗൂഢാലോചന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ അതിനെ ഒരു ബുദ്ധിപൂർവ്വമായിട്ടുള്ള സാഹചര്യത്തിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. നമ്മളെപ്പോഴും പറയാറില്ലേ, ഒഴിവാക്കേണ്ട ആൾക്കാരെ എപ്പോഴും നമ്മൾ ഒഴിവാക്കി തന്നെ നിർത്തുക. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യമില്ല, നമ്മുടെ എനർജീസ് വെറുതെ ചോർത്തിക്കൊണ്ടു പോകുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളവരെ ബുദ്ധിപൂർവ്വം വേണ്ടാന്ന് വെക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പം അത് എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണെങ്കിലും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റീഡിങ്. ഇപ്പം ഇന്നൊരു നല്ല ദിവസമായതുകൊണ്ട് തന്നെ എല്ലാവരും പ്രാർത്ഥനയോടും ക്ഷമയോടും കൂടി തന്നെ ജീവിതത്തെ നോക്കി കാണുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഏത് മതത്തിലാണ് വിശ്വസിച്ചാലും കേട്ടോ, ഭഗവാൻ എന്ന് മാത്രമൊന്നുമല്ല, നല്ല ദിവസം ആയതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം എന്താണെങ്കിലും, ഏത് സാഹചര്യമാണെങ്കിലും നിങ്ങൾക്കതെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നടത്തിത്തരും എന്നുള്ള കാര്യം ഷുവറാണ്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രമേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു ശുഭദിനം എല്ലാവർക്കും നേരുന്നു. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.